പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. നാടും നഗരവും ഓണാഘോഷത്തിന്റെ തിരക്കിലാണ്. ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്. ഡോക്ടർ ശശി തരൂർ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത് എന്നതിലേക്കാണ് ഇനി പോകുന്നത്. ഏത് രാജ്യത്തായാലും ഓണം ആഘോഷിക്കുമെന്നാണ് കേരളത്തിന്റെ വിശ്വ പൗരൻ കൂടിയായ ഡോക്ടർ ശശി തരൂർ MP പറയുന്നത്. ഇക്കുറി പക്ഷേ അദ്ദേഹം പാലക്കാട് എലവഞ്ചേരിയിലെ തറവാട്ട് വീട്ടിലുണ്ട്. എങ്ങനെയാണ് ഇത്തവണത്തെ ഓണാഘോഷം? പാലക്കാട്ട് നിന്ന് നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ലോകത്തെവിടെയാണെങ്കിലും ഓണം വന്നാൽ അത് ആഘോഷിക്കണമെന്നുള്ള പക്ഷമാണ് കേരളത്തിന്റെ വിശ്വപൗരൻ ശ്രീ ശശി തരൂരിന്. അദ്ദേഹം എലവഞ്ചേരിയിലെ തന്റെ തറവാട്ട് വീട്ടിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അവരുടെ കുടുംബാംഗങ്ങൾ മുഴുവനുണ്ട് ഇവിടെ. വളരെ മനോഹരമായൊരു വീടാണ്. ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ ഉത്രാട നാളിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. വളരെ സന്തോഷം അങ്ങ് ഈ ഉത്രാട നാളിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൽ. അങ്ങ് പറഞ്ഞ പോലെ ഓണം എവിടെയാണെങ്കിലും ആഘോഷിക്കണം എന്നുള്ളൊരു നിർബന്ധമാണ്. അതെ അതെ. ഇന്ന് പ്രത്യേകിച്ച് ഞങ്ങളുടെ അവിടെ പുത്തിരി എന്ന് പറഞ്ഞൊരു വലിയൊരു ചടങ്ങ്, അത് കുറേ നൂറ്റാണ്ടായി നടക്കുന്നതാണ് ഈ വീട്ടിൽ. അപ്പോൾ പുത്തിരി വനം ആദ്യത്തെ കൊയ്ത്തൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ അവർ കൊടുക്കും രാവിലെ പ്രവർത്തകർ. എന്നിട്ട് അതിനെയൊക്കെ വിളമ്പിയ ഒരു സദ്യ ഒരു 12-12 ഉണ്ടാവും. അതിനാണ് ഞങ്ങൾ കൂടിയിരിക്കുന്നത്. ഇവിടെ നിറച്ച് രാവിലെ ഒരു 10:30 രാവുകാലം കഴിഞ്ഞ ഉടനെ പൂജയൊക്കെ ചെയ്ത് പിന്നെയാണ് ഇരിക്കാൻ പോകുന്നത്. അതാണ്. അങ്ങ് ഇപ്പം കഴിഞ്ഞ തവണ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇത്തവണ തറവാട്ടിൽ കൂടാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അതെ, എല്ലാ വർഷവും വരാൻ ബുദ്ധിമുട്ടാണ്. ഈ 10-15 വർഷം ഞാൻ കേരള രാഷ്ട്രീയത്തിൽ വന്നത് കൂടുതൽ സമയം തിരുവനന്തപുരത്താണ് ഓണം ആഘോഷിച്ചിരിക്കുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇത് 3-ാമത്തെ തവണയും തോന്നുമല്ലേ, 3-4-ാമത്തെ തവണയാണ് ഈ 15 വർഷത്തിൽ എനിക്ക് ഇവിടെ വരാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെ ഇവിടെയല്ലേ താമസിച്ചത്? പഴയ ഓർമ്മകളൊക്കെ ആയിട്ടല്ലേ? ഓ യെസ്, അത് നിങ്ങളെല്ലാവരും കുടുംബക്കാരൊക്കെ കൂടി അമ്മാമ്മമാർ, ഒരു അമ്മാമൻ അൺഫോർച്യുനേറ്റ് അസുഖമായിട്ട് ആശുപത്രിയിൽ പോകേണ്ടി വന്നതല്ലേ. അപ്പോൾ ബാക്കി എല്ലാവരും ഉണ്ട്. എൻ്റെ അമ്മയും ചെറിയമ്മമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബ ആഘോഷമായിട്ടാണത്. എന്തെങ്കിലും ഓണവുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന ഒരു ഓർമ്മ അങ്ങേക്ക് ഉണ്ടോ? ഓർമ്മകൾ നിറയുണ്ട്. പക്ഷേ ഈ വീട്ടിൽ അത്ര ഓണം വരാൻ ബുദ്ധിമുട്ടെന്തായിരുന്നു, ഞാൻ ബോംബെയിലും കൽക്കട്ടയിലൊക്കെ പഠിക്കുമ്പോൾ ഇത് സ്കൂളിൻ്റെ സമയമാണ്. അപ്പോൾ ഓണം അവധിയൊന്നും ബോംബെയിലും കൽക്കട്ടയിലും ഡൽഹിയിലൊന്നും ഇല്ല. അവിടേക്ക് തന്നെ പഠിച്ച് വളർന്നത്. അപ്പോൾ ആ കാലത്ത്, കുട്ടിക്കാലത്ത് ഓണത്തിന് അത്ര തവണ ഇവിടെ വരാനുള്ള ഭാഗ്യമുണ്ടായിരുന്നില്ല. കൂടുതൽ ഞങ്ങൾ ഒന്നുമല്ലെങ്കിൽ സമ്മർ വെക്കേഷനിൽ അല്ലെങ്കിൽ ക്രിസ്മസ് സമയത്ത് അല്ലെങ്കിൽ രണ്ടും വരുമായിരിക്കും. പക്ഷെ ഓണത്തിന് ഈ വീട്ടിൽ അത്ര വരുന്ന പിന്നെ പഴക്കമില്ല. ഇപ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ള സദ്യയാണല്ലേ? ഈ പുത്തിരി സദ്യ ഞങ്ങൾക്ക് പ്രധാനം. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞ് അവർ സ്വന്തം വീട്ടിൽ പോയിട്ടാണ് നാളത്തെ തിരുവോണം ആഘോഷിക്കുക. ഈ മാതേവരെയൊക്കെ വെക്കുന്നതൊക്കെ അങ്ങേക്ക് പണ്ട് കാലത്തെ ഓർമ്മയുള്ള ഒരു കാര്യമാണല്ലോ. അതെ, പക്ഷെ ഇവർ നമ്മളുടെ കാരണവന്മാരൊക്കെയാണ് ഇത് വെച്ച് വെക്കുക. എന്നിട്ട് ചേച്ചിമാരും ചെറിയമ്മമാരും ഒക്കെ. എന്നിട്ട് ഞാൻ വന്നൊരു വെറും പൂജ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ശശി തരൂർ സാറിന്റെ ഈ ഓണം അദ്ദേഹത്തിന്റെ തറവാട് വീട്ടിൽ വളരെ കെങ്കേമമായി, മനോഹരമായി, സന്തോഷമായി കൊണ്ടാടി അദ്ദേഹം മടങ്ങും. ഇവരെല്ലാവരും അങ്ങനെയാണ്. അതായത് ഉത്രാട നാൾ ആദ്യ ഓണം ഈ വീട്ടിൽ കൂടുകയും പിന്നീട് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഓണം എന്നാണ് എല്ലാവരും പറയുന്നത്. രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്.